നിങ്ങൾ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഹെൽത്തോ ഫിറ്റ്നസിനെയൊക്കെ പറ്റി വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും ഈ സെമാഗ്ലൂട്ടൈഡ്, ഒസെംബിക്, മുഞ്ചാരോ, ട്രെസാപ്പെറ്റൈഡ്, റെറ്റാട്രോട്ടൈഡ്, BPC-157, GHK-CU, മോട്ട്സി എന്നുള്ള പേരുകളെല്ലാം. അത് കേട്ടിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് പെപ്റ്റൈഡ്സ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെല്ലാം. കാരണം ഇത് ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് പെപ്റ്റൈഡ്. ചില ആൾക്കാർ പറയുന്നത് ഇത് മെഡിസിന്റെ ഫ്യൂച്ചർ ആണെന്നാണ്. മറ്റു ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ആന്റി ഏജിങ്ങിന്റെ ഫ്യൂച്ചർ ആണെന്നാണ് പറയുന്നത്. അത്ലറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ റിക്കവറിക്കായിട്ട് ഉപയോഗിക്കുന്നു. ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് റിക്കവറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിൽ ചില പെപ്റ്റൈഡ്സ് ഒബേസിറ്റി, ഡയബറ്റീസ് പോലുള്ള ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒബേസിറ്റി വരുമ്പോൾ ഒസെംബിക്, മെഞ്ചാരോ അങ്ങനത്തെ പെപ്റ്റൈഡ്സ് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ റിസർച്ചേഴ്സ് ഇത് പല രീതിയിലുള്ള റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൂണ്ട് ഹീലിംഗിനുള്ളത്, ബ്രെയിൻ ഹെൽത്തിനുള്ളത്, ലോഞ്ചെവിറ്റിക്ക് ഉള്ളത്, ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഉള്ളത്, റീജനറേറ്റീവ് മെഡിസിൻ, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിൽ പെപ്റ്റൈഡ്സിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്റ്റൈഡിനെ കുറിച്ച് നിങ്ങൾ കാണുന്ന വീഡിയോസിലെല്ലാം ഓരോ പെപ്റ്റൈഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ സെമാഗ്ലൂട്ടൈഡിനെ പറ്റി ആയിരിക്കും, BPC-157 ആയിരിക്കും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ബോഡി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് നിങ്ങൾ പെപ്റ്റൈഡിനെ പറ്റി അറിയേണ്ടത്. സോ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഒരു പുതിയ ബയോളജി ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മളുടെ ശരീരത്തിൽ ഓൾറെഡി നടക്കുന്ന ബയോളജിയുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് പെപ്റ്റൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ബോഡി ആ ഫംഗ്ഷൻ നടക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോസിൽ പെപ്റ്റൈഡ്സിനെ പറ്റിയെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. സോ ഏറ്റവും സിമ്പിൾ അനലോജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഒരു വലിയ സിറ്റി ആണെന്ന് വിചാരിക്കുക. ആ സിറ്റിയിൽ ട്രില്യൺസ് ഓഫ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ചിലത് മസിൽ സെൽസ് ആയിരിക്കും, അത് മസിൽ റിപ്പയറിങ്ങിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ചിലത് ബ്രെയിൻ സെൽസ് ആയിരിക്കും, ബ്രെയിൻ ഫംഗ്ഷനിങ്ങിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. ചിലത് ഇമ്മ്യൂൺ സെൽസ് ആയിരിക്കും, ആ ജോലി ചെയ്യുന്നുണ്ട്. ചിലത് ലിവർ സെൽസ് ആയിരിക്കും, ചിലത് സ്കിൻ സെൽസ് ആയിരിക്കും. സോ ഓരോ സെക്കൻഡിലും ലക്ഷക്കണക്കിന് കുറെ ജോലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ ഹാർട്ട് കംപ്ലീറ്റ്ലി തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലങ്സ് കംപ്ലീറ്റ്ലി ഇപ്പോഴും ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലിവർ ആണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത മസിൽസ് ഡാമേജ് ആയിട്ടുണ്ടാവും, അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഈ വർക്കേഴ്സ് തമ്മിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് എവിടെയാണ് റിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് നടക്കില്ല. അതുപോലെ ഫയർഫോഴ്സിന് എവിടെയാണ് തീ നടന്നില്ലെങ്കിൽ ആ തീ അണയ്ക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുന്ന സംഭവം വർക്കേഴ്സ്, അവർക്ക് എവിടെയാണ് ഇൻഫ്ലമേഷൻ എന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് നടക്കൂല. അതുപോലെ പോലീസിന് എമർജൻസി എവിടെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ആ സിറ്റി തകരാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ബോഡി സിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളുടെ ശരീരത്തിലെ മൊത്തത്തിലുള്ള കമ്മ്യൂണിക്കേഷനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ബോഡി ഫങ്ഷൻ ചെയ്യുന്നത്. ഓരോ ഓർഗാൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വേണം, ഓരോ ടിഷ്യൂസ് തമ്മിൽ വേണം, ഓരോ സെൽസ് തമ്മിൽ വേണം. സോ നിരന്തരം ഇവ തമ്മിൽ മെസ്സേജ് അയക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും അത് ബേസ് ചെയ്തിട്ട് ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മെസ്സേജ് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സഞ്ചറിൽ ഒന്നാണ് പെപ്റ്റൈഡ്സ്. സോ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് സിംപ്ലി ഒരു സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്. ഇവിടെ ഒരു റിപ്പയർ വേണം എന്ന് പോയി നമ്മുടെ ബോഡിയോട് അല്ലെങ്കിൽ നമ്മുടെ സെല്ലിനോട് പോയി പറയുന്ന ഫംഗ്ഷൻ ആണ് പെപ്റ്റൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു മെസ്സഞ്ചർ ആണ്. സോ നമുക്ക് സിമ്പിൾ സയൻസിലേക്ക് പോവാം. നമ്മുടെ ശരീരത്തില് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. അമിനോ ആസിഡ്സിനെ നമുക്ക് ലീഗോ ബ്ലോക്സ് പോലെ കൺസിഡർ ചെയ്യാം. കുറച്ച് ലീഗോ ബ്ലോക്സ് ചേർന്നാൽ ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാവും. അതുപോലെ കുറച്ച് അമിനോ ആസിഡ് ചേർന്നാൽ അത് തന്നെ പെപ്റ്റൈഡ്സ് ആക്കാൻ പറ്റും. അങ്ങനെ 100 കണക്കിന് അമിനോ ആസിഡ്സ് ചേരുമ്പോൾ ഒരു കോംപ്ലക്സ് ഫോം ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രക്ചറലി നോക്കിക്കഴിഞ്ഞാൽ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ചേർന്ന ഒരു ചെറിയ ചെയിൻ ഓഫ് അമിനോ ആസിഡ്സ് ആണ്. പക്ഷേ അത് ഡെഫിനേഷൻ മാത്രമാണ്. ഇതുകൊണ്ടല്ല പെപ്റ്റൈഡ്സിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ജോലിയാണ്. നമ്മുടെ ബോഡി ഡെയിലി ആയിരക്കണക്കിന് പെപ്റ്റൈഡ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓരോ പെപ്റ്റൈഡ്സും മെസ്സഞ്ചർ ആണെന്ന് പറഞ്ഞു, സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്. ഒരു സ്പെസിഫിക് ജോലിയുണ്ട്. ഒരു പെപ്റ്റൈഡ് പോയി പാൻക്രിയാസിനോട് പറയുന്നു നിങ്ങൾ ഇൻസുലിൻ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു പെപ്റ്റൈഡ് പോയി നമ്മുടെ വയറിനോട് പറയുന്നു നിങ്ങളുടെ വയറ് നിറഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കണ്ട, കഴിച്ചത് മതി എന്ന് പറയുന്നു. വേറൊരു പെപ്റ്റൈഡ് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ റിപ്പയർ ആരംഭിക്കാൻ സമയമായി, അവിടെ ഇഞ്ചുറി ഉണ്ട്, അവിടേക്ക് മോർ ബ്ലഡ് ഫ്ലോ ചെയ്യണം, റിപ്പയർ ചെയ്യണം എന്ന് പറയുന്നു. വേറൊരു പെപ്റ്റൈഡ് പോയി നമ്മുടെ സ്ലീപ്പിനെ അഫക്ട് ചെയ്യുന്നു. വേറൊരു പെപ്റ്റൈഡ് പോയി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സഹായിക്കുന്നു. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പെപ്റ്റൈഡ് നമ്മുടെ ശരീരത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആണ്, സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്, മെസ്സഞ്ചേഴ്സ് ആണ്. ഇനി പെപ്റ്റൈഡ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ അതിന് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിന്റെയും
പുറത്ത് ആയിരക്കണക്കിന് ലോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓരോ സെല്ലും ഓരോ ഫംഗ്ഷൻ ചെയ്യും, പക്ഷെ ആ ലോക്ക് ഓപ്പൺ ചെയ്താൽ ആ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. ഈ ലോക്സിനെയാണ് നമ്മൾ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ റിസെപ്റ്റേഴ്സിനെ അൺലോക്ക് ചെയ്യണം. ഈ അൺലോക്ക് ചെയ്യാനുള്ള കീ ആണ് പെപ്റ്റൈഡ്സ്. പക്ഷെ എല്ലാ പെപ്റ്റൈഡ്സിനും പോയി എല്ലാം അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ചില റിസെപ്റ്റേഴ്സ് ചില പെപ്റ്റൈഡ്സിനെ കൊണ്ടേ പറ്റുള്ളൂ. സോ ഓരോ പെപ്റ്റൈഡും ഒരു യുണീക്ക് കീ ആണ്. ആ കറക്റ്റ് പെപ്റ്റൈഡ് പോയി കറക്റ്റ്, അല്ലെങ്കിൽ കറക്റ്റ് കീ പോയി കറക്റ്റ് ലോക്ക് അൺലോക്ക് ചെയ്താലാണ് ആ സെല്ല് വർക്ക് ആവുള്ളൂ. അതായത് ഈ പെപ്റ്റൈഡ് പോയി കറക്റ്റ് റിസെപ്റ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ സിഗ്നലിംഗ് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. സോ ശരിയായ പെപ്റ്റൈഡ് കറക്റ്റ് ആയിട്ടുള്ള റിസെപ്റ്ററിൽ എത്തുമ്പോൾ ആ സെല്ലിന് ഒരു മെസ്സേജ് കിട്ടും. ആ മെസ്സേജ് എന്തായിരിക്കും? ഒന്നുകിൽ റിപ്പയർ ആരംഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിരിക്കും, അല്ലെങ്കിൽ മെറ്റബോളിസം വർദ്ധിപ്പിക്കാനായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കൊളാജൻ ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്റ്റൈഡ് സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. പെപ്റ്റൈഡ് ഒരു സിഗ്നലിംഗ് മോളിക്യൂൾ ആണ്. അതൊരു സിഗ്നൽ കൊടുക്കുന്നു, അത് സെല്ലിന് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. അവിടെ ജോലി ചെയ്യുന്നത് സെൽസ് തന്നെയാണ്. അതുകൊണ്ടാണ് പെപ്റ്റൈഡ്സിന് സിഗ്നലിംഗ് മോളിക്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോളജിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് മെസ്സഞ്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്. അത് സിഗ്നൽ കൊടുക്കുന്നു. നമ്മുടെ മെയിൻ പ്രോബ്ലം നമ്മൾ ഏജ് ആവുമ്പോൾ സിഗ്നലിംഗ് ഇല്ലാണ്ടാവും എന്നുള്ളതാണ്, അല്ലെ? അപ്പം സിഗ്നലിംഗ് കറക്റ്റ് ആക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡി തന്നെ, നിങ്ങളുടെ സെൽസ് തന്നെ വർക്ക് ചെയ്യുന്നു, നാച്ചുറൽ സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഏറ്റവും വലിയ മിസ്കോൺസെപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കരുതുന്നത് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞ പെപ്റ്റൈഡ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എന്ന് പറഞ്ഞ മെഡിസിൻ തന്നെയല്ലേ എന്ന് വിചാരിക്കുന്ന പോലെയാണ്. എല്ലാ പെപ്റ്റൈഡും ഒരുപോലെയാണെന്നല്ലേ, അല്ലെ? നിങ്ങൾ പാരസെറ്റാമോളും ആന്റിബയോട്ടിക്കും ഇൻസുലിനും എല്ലാം മെഡിസിൻ തന്നെയാണ്, പക്ഷെ അവരുടെ ജോലി ഒരുപോലെയാണ്? ഒരിക്കലും അല്ല. പെപ്റ്റൈഡിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഓരോ പെപ്റ്റൈഡിനും ഓരോ ഡിഫറെന്റ് ബയോളജിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഇനി വരുന്ന സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫാറ്റ് ലോസ് പെപ്റ്റൈഡ് എന്താണ്, ഹീലിംഗ് പെപ്റ്റൈഡ് എന്താണ്, ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ് എങ്ങനെയാണ്, ലോഞ്ചവിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി പോകേണ്ടത്. സോ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിയാവുന്ന, അല്ലെങ്കിൽ കൂടുതൽ റിസർച്ച് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫാറ്റ് ലോസ് പെപ്റ്റൈഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ചർച്ച ചെയ്യപ്പെടുന്ന 3 പെപ്റ്റൈഡ് ആണ്: സെമാഗ്ലൂട്ടൈഡ്, ട്രെസപെറ്റൈഡ്, റെറ്റാട്രൂട്ടൈഡ്. സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒസെംബിക് എന്ന് പറയുന്നത് നമ്മുടെ അപ്പിറ്റൈറ്റ് കൺട്രോൾ ചെയ്യും. GLP-1 ഫംഗ്ഷൻ ആണ് അതിന്, GLP-1 റിസെപ്റ്ററിനെ കൺട്രോൾ ചെയ്യും. ട്രെസപെറ്റൈഡ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, GIP കൂടെ ഉണ്ട്, GLP-1 ആൻഡ് GIP കൂടെ ഉണ്ട്. റെറ്റാട്രൂട്ടൈഡ് എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്, 3 റിസെപ്റ്റേഴ്സ് അഗനിസ്റ്റ് ആണ്. സോ റെറ്റാട്രൂട്ടൈഡ് എന്ന് പറയുന്നത് GLP-1, അത് സെമാഗ്ലൂട്ടൈഡിന്റെ ഫംഗ്ഷൻ ഉണ്ട്. GLP-1 ആൻഡ് GIP, അത് ട്രിസപെറ്റൈഡിന്റെ ഉണ്ട്. പ്ലസ് തേർഡ് വൺ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഗ്ലൂക്കഗോൺ റിസെപ്റ്റേഴ്സ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ബോഡീനെ നല്ല രീതിയിൽ. സോ സെമാഗ്ലൂട്ടൈഡും ട്രിസപെറ്റൈഡും വൈഡ്ലി യൂസ്ഡ് ആണ്, FDA അപ്രൂവ്ഡ് ആണ്. റെറ്റാട്രൂട്ടൈഡ് ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി FDA അപ്രൂവ്ഡ് അല്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് റെറ്റാട്രൂട്ടൈഡ് ആണ്. എന്റെ ഫ്രണ്ട്സ്, എന്റെ വൈഫ് പോലും യൂസ് ചെയ്യുന്നത് റെറ്റാട്രൂട്ടൈഡ് ആണ്. നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത്, ഏറ്റവും നല്ല ഫംഗ്ഷനിങ് ഉള്ളത് റെറ്റാട്രൂട്ടൈഡ് ആണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താ? ഇവർ ഡയറക്റ്റ്, എല്ലാവരും വിചാരിക്കും ഇവർ ഫാറ്റ് ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഒരിക്കലും ഫാറ്റ് ഉരുക്കല്ല ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തിനെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന സിഗ്നലിംഗ് പാത്വേസിനെ അഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സെമാഗ്ലൂട്ടൈഡ് എടുക്കുക, ഇത് GLP-1 റിസെപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? വിശപ്പ് കുറയുന്നു, കൂടുതൽ നേരം വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും, ക്രേവിങ്സ് കുറയും, നിങ്ങൾ അധികം ഒന്നും കഴിക്കില്ല, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബെറ്റർ ആവും. അപ്പൊ ബോഡി സ്വാഭാവികമായിട്ടും കുറച്ച് ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ട്രിസപെറ്റൈഡ് ആണെങ്കിൽ 2 റിസെപ്റ്റർ, റെറ്റാട്രൂട്ടൈഡ് ആണെങ്കിൽ ബെസ്റ്റ് ആണ് 3 റിസെപ്റ്റർ. സോ ഇത് ഫാറ്റ് ലോസ് പെപ്റ്റൈഡ്സ് അതുപോലെ അല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് മെറ്റബോളിക് ഫംഗ്ഷനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫാറ്റ് ലോസിനാണെന്നുണ്ടെങ്കിൽ വേറെ പെപ്റ്റൈഡ്സ് ഉണ്ട്. ഇപ്പൊ AOD ആണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസ് പെപ്റ്റൈഡ് ആണ്, ടെസാമോർഡിൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പെപ്റ്റൈഡ് ആണ്. സോ ഇവിടെ ഓരോ ഇഷ്യൂസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തത്, ഇവിടെ മെറ്റബോളിക് ഫംഗ്ഷനെയാണ് ഇവിടെ അഫക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ബോഡീനെ ഫോഴ്സ് ചെയ്യല്ല, ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കുന്നു, വയറ് നിറഞ്ഞ ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടും, അപ്പിറ്റൈറ്റ് കൺട്രോൾ ചെയ്യുന്നു, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ബെറ്റർ ആക്കുന്നു. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഹീലിംഗ് പെപ്റ്റൈഡ്. വേറൊരാള്, അയാൾക്ക് വെയിറ്റ് പ്രശ്നമല്ല, ഒബേസിറ്റി ഒന്നുമില്ല, പക്ഷെ അയാളുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ടെൻഡൻ ഇഞ്ചുറി അല്ലെങ്കിൽ ലിഗ്മെന്റ് ടിയർ ഉണ്ട്. ഞാൻ പണ്ട് വോളിബോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്മാഷ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒരു നല്ലൊരു ടിയർ വന്നു. അത് സ്പോർട്സ് സർജൻസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആർത്രോസ്കോപ്പിക് സർജറി ഇല്ലാണ്ട് പറ്റില്ല, ഒരിക്കലും പോയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് എപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ത്രോ ചെയ്യുമ്പോഴും എനിക്ക് ആ ഒരു പെയിൻ, ആ ഒരു ട്വിസ്റ്റ് ആവും. പക്ഷെ സർജറി ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ BPC 157 ആൻഡ് TP 500 ഉപയോഗിച്ചു 1.5 months തന്നെ അത് കംപ്ലീറ്റ്ലി ഹീലായി. എനിക്കിപ്പോ വോളിബോൾ കളിക്കാം, സ്മാഷ് ചെയ്യാം, ക്രിക്കറ്റ് ബോൾ ത്രോ ചെയ്യാം, എല്ലാം ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്റെ കേസ് മാത്രമല്ല, എന്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ടിയർ വന്നു ചെസ്റ്റിൽ.
അത് ഡോക്ടേഴ്സ് പറഞ്ഞു ഇറ്റ് വിൽ ടേക്ക് 6 months ഓർ മോർ ടു ഹീൽ ഇറ്റ്. പക്ഷെ 1.5 മാസം കൊണ്ട് തന്നെ ഇത് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നത് എടുത്തിട്ട് അത് പോയിട്ടുണ്ട്. അതുപോലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മക്ക് നീ റീപ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് റെക്കമെൻഡ് ചെയ്തതാണ് ഡോക്ടേഴ്സ്. പക്ഷെ ഇത് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു ബിഫോർ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ്. 2 മാസം ഉപയോഗിച്ചു, അത് പ്രോപ്പറായിട്ട് ഹീലായി നല്ല രീതിയിൽ എല്ലാ പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഏറ്റവും അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഫ്യൂച്ചർ ഓഫ് മെഡിസിൻ ആണ്. കുറെ സർജറീസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ലിഗ്മെന്റ് ടിയർ ഉണ്ട്, അല്ലെങ്കിൽ ടെൻഡൻ ഇഞ്ചുറി ഉണ്ട്, ചില പെപ്റ്റൈഡ്സ്, അതാണ് ഈ BPC 157, TB500 ഒക്കെ. അതുപോലെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. ഇവിടെ ഒന്നും നമുക്ക് സെമാഗ്ലൂട്ടൈഡോ ട്രെസാപ്പെറ്റൈഡോ റെറ്റാട്രൂട്ടൈഡോ ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടുത്തെ ആവശ്യം വേറെയാണ്. അവിടുത്തെ ആവശ്യം മെറ്റബോളിക് ഫംഗ്ഷൻ ആയിരുന്നു, ഇവിടുത്തെ ആവശ്യം ഇഞ്ചുറി ഹീലിംഗ് ആണ്. അപ്പൊ അതിന്റെ സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ സിഗ്നലിംഗ് ഏതാണ്? TB500. അപ്പൊ അതിന്റെ റിസെപ്റ്റേഴ്സിലേക്ക് പോകും. അവിടെ പോയി പറയും ഇവിടെ ഇഞ്ചുറി ഉണ്ട്, ഇത് ഹീൽ ചെയ്യണം, കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ കറക്റ്റ് ആവുന്നത്. സോ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്യൂച്ചർ ഓഫ് മെഡിസിൻസ് ആണ്. കുറെ സർജറീസിനൊക്കെ ആക്ച്വലി റീപ്ലേസ് ചെയ്യും. ഇനി വേറൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് റിക്കവറി പഴയ പോലെ ഇല്ല. വർക്കൗട്ട് കഴിഞ്ഞാൽ ബോഡി പെട്ടെന്ന് റിക്കവർ ആവുന്നില്ല, മസിൽ ഗ്രോത്ത് സ്ലോ ആവുന്നുണ്ട്, അല്ലെ? സ്ലീപ്പ് ക്വാളിറ്റി കുറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് മെറ്റബോളിക് ഫംഗ്ഷനോ ഇഞ്ചുറി ഹീലിംഗോ ഒന്നും അല്ല. ഇവിടെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കുന്ന പെപ്റ്റൈഡ്സ് ആണ് വേണ്ടത്. ഇവിടെ ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഗ്രോത്ത് ഹോർമോൺ ആയിട്ട് കൺഫ്യൂസ് ആവും. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ ഡയറക്ട്ലി ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെപ്റ്റൈഡ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അത് ഗ്രോത്ത് ഹോർമോൺ അല്ല, അത് സിഗ്നലിംഗ് മോളിക്യൂൾ ആണ്. അത് പോയി നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനോട് പറയുന്നു, ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കാൻ പറയുന്നു. അങ്ങനെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കുന്നു. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ്സ് ആണ് CJC 1295, എപ്പാമൊറാലിൻ, സെമൊറാലിൻ, ടെസാമോർലിൻ ഒക്കെ അങ്ങനത്തെ പെപ്റ്റൈഡ്സ്. പക്ഷെ GH എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? അത് ഗ്രോത്ത് ഹോർമോൺ. അത് ഡയറക്ട്ലി നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ് ആണെന്നുണ്ടെങ്കിൽ അത് റിസെപ്റ്റേഴ്സിന്റെ അടുത്ത് പോയി പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കും, ബോഡി തന്നെ ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പൊ ഗ്രോത്ത് ഹോർമോൺ നേരിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നില്ല, പകരം നമ്മുടെ സ്വന്തം ബോഡീനെ കൊണ്ട് ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കാനായിട്ട് എൻകറേജ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇതാണ് അവിടുത്തെ സിഗ്നലിംഗ് ബയോളജി. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ലോഞ്ചെവിറ്റി ആൻഡ് മൈറ്റോകോൺട്രിയൽ പെപ്റ്റൈഡ്. ക്യാൻസറിന് ശേഷം റിക്കവർ ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു മൈറ്റോകോൺട്രിയ ഇംപ്രൂവ് ചെയ്യണം, ലോഞ്ചെവിറ്റി ഉണ്ടാവണം എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് ഞാൻ ഈ പെപ്റ്റൈഡിന്റെ വേൾഡിലേക്ക് തന്നെ വന്നത്. ഏറ്റവും എക്സൈറ്റിംഗ് ഏരിയ അതാണ്. ശരീരത്തിലെ ഓരോ സെൽസിന്റെയും ഉള്ളിൽ പവർ സ്റ്റേഷൻസ് ഉണ്ട്. അതാണ് മൈറ്റോകോൺട്രിയ, എനർജി പവർ ഹൗസ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ എനർജി ആയിട്ട് മാറ്റുന്നതാണ്. പക്ഷെ പ്രായം കൂടുന്നവർ എന്ത് സംഭവിക്കും? മൈറ്റോകോൺട്രിയ ഡെഫിഷ്യൻസി കുറഞ്ഞു വരുന്നു. സോ നമുക്ക് എനർജി നാച്ചുറലി കുറയുന്നു, നമ്മുടെ റിക്കവറി സ്ലോ ആവുന്നു, നമ്മുടെ പെർഫോമൻസ് കുറയുന്നു. ഇവിടെയാണ് ചില പെപ്റ്റൈഡ്സ്, MODC, SS31, എപ്പിതെലോൺ, GHK-CU എന്നൊക്കെ പറയുന്നത് റിക്കവറി, അതുപോലെ ആന്റി ഏജിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, സെല്ലുലർ റിപ്പയറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിസിൻസ് പെപ്റ്റൈഡ്സ് ആണ്. സോ ഇതൊക്കെയാണ് ഓരോ ഫംഗ്ഷനും ഓരോ പെപ്റ്റൈഡ്സ്. അതുപോലെ തന്നെ ബ്രെയിൻ പെപ്റ്റൈഡ്സ്. ഞാൻ ഒരു ട്രേഡർ ആണ്. സോ ഒരുപാട് സമയം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യും, അത്രയും കോൺസെൻട്രേഷൻ വേണം. അതുപോലെ തന്നെ 9 മണി തുടങ്ങി 3 o'clock വരെ ഇരുന്ന് ലൈവ് കമന്ററി ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിവിൽ സർവീസിനുള്ള ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. സോ അത്രയും ബ്രെയിൻ ഫോക്കസ്ഡ് ആയിരിക്കണം, കോൺസെൻട്രേഷൻ വേണം. ഞാൻ എടുക്കുന്ന പെപ്റ്റൈഡ് എന്ന് പറയുന്നത് CMAX ആൻഡ് സെലാങ്. അത് നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് തരും, നമ്മുടെ മെമ്മറി, നമ്മുടെ ആൻസൈറ്റി, അതിനെല്ലാം കൺട്രോൾ ചെയ്യും. മെന്റൽ റെസിലിയൻസ്, കോഗ്നേറ്റീവ് പെർഫോമൻസ്, ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം ബ്രെയിനും സ്വന്തം സിഗ്നലിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെ? എല്ലാ പോലെ ബ്രെയിൻ ഉണ്ട്. ആ സിഗ്നലിംഗ് പാത്വേസിനെയും നമ്മൾ പെപ്റ്റൈഡ്സ് വെച്ചിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പെപ്റ്റൈഡ്സ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് പെപ്റ്റൈഡ്സ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്? എല്ലാവരും ചോദിക്കുന്നതാണ്, ഗുളികയായിട്ട് കഴിച്ചാൽ പോലെ. കാരണം എന്താ? പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്, മൾട്ടിപ്പിൾ അമിനോ ആസിഡ്സ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ബോഡി എന്താണ്? നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ് ആയിട്ട് അത് ബ്രേക്ക് ചെയ്യും. അപ്പൊ പെപ്റ്റൈഡ്സ് ടാബ്ലറ്റ് ആയി കഴിച്ചാൽ അത് സ്റ്റൊമക് എൻസൈം അതിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ അത് ടാർഗറ്റ് ടിഷ്യൂവിൽ എത്തൂല. ടാർഗറ്റ് ടിഷ്യൂവിൽ എത്തുമ്പോൾ എത്തേണ്ട കീ അല്ല അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പല പെപ്റ്റൈഡ് തെറാപ്പീസും നമ്മൾ സബ്ക്യൂട്ടീനിയസ് സ്കിന്നിൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ എല്ലാ പെപ്റ്റൈഡും അങ്ങനെയല്ല. ചിലത് ഓറൽ ഫോർമുലേഷൻസ് ഉണ്ട്, ചിലത് നസൽ സ്പ്രേ ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഡെലിവറി മെത്തേഡ് പെപ്റ്റൈഡിന്റെ ആ ഒരു നേച്ചറിനെയും ടാർഗറ്റിനെയും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് കൂടുതലും ഇഞ്ചക്റ്റഡ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് പെപ്റ്റൈഡ്സ് ഏറ്റവും പോപ്പുലർ ആയിട്ട്? പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ഒരു പുതിയ റിക്കവറി ഒന്നുമല്ല, ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. 1 നൂറ്റാണ്ടിൽ കൂടുതലായിട്ട് ഡോക്ടേഴ്സ് പെപ്റ്റൈഡ് ബേസ്ഡ് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മാത്രമാണ് ഇതിന്റെ ഹൈപ്പ് വന്നത്. അതിന് കാരണം സയൻസ് ഒരുപാട് വളർന്നല്ലേ. ഇന്ന് സയന്റിസ്റ്റിന് പെപ്റ്റൈഡ്സിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ശരീരത്തിന് കൂടുതൽ
ബോഡിയിൽ കൂടുതൽ നേരം നിലനിൽക്കാനുള്ള കഴിവ് കൊടുക്കാൻ പറ്റും. സ്പെസിഫിക് ടിഷ്യൂസിനെ ടാർഗറ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നിലധികം റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. റെറ്റാട്രോട്ടൈഡ് 3 ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ സസ്റ്റെയിൻഡ് എഫക്ട് നൽകാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് പെപ്റ്റൈഡ് സയൻസിൽ അല്ലെങ്കിൽ മെഡിസിനിൽ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം. അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയി നിൽക്കുന്നത്. സോ ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ആവശ്യമുണ്ട്. പെപ്റ്റൈഡ് ഒരു മാജിക് ഡ്രഗ് ഒന്നും അല്ല, ഇതൊരു ഷോർട്ട് കട്ടും അല്ല. ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് പകരം വെക്കാൻ പറ്റുന്ന ഒന്നുമില്ല. സോ നമ്മളൊരു വീട് ഉണ്ടാക്കാന്ന് വിചാരിക്കും. അതിന്റെ ഫൗണ്ടേഷൻ ബ്രേക്ക് ആയിരിക്കുമ്പോൾ തകർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വില കൂടിയ കല്ല് വെച്ചിട്ടും മാർബിൾ വെച്ചിട്ടും പെയിന്റ് അടിച്ചിട്ടും അതൊന്നും സ്ട്രോങ് ആവാൻ പോകുന്നില്ല, അല്ലെ? നമ്മുടെ ബോഡിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. നിങ്ങൾ 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു യൂസ് ഇല്ല. അൾട്രാ പ്രോസസ് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു യൂസ് ഇല്ല. എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സ്ട്രെസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. ഒരു പെപ്റ്റൈഡിന് ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ പെപ്റ്റൈഡ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് നല്ല ഫൗണ്ടേഷൻ ഉള്ള ബോഡിയിലാണ്. ആ ഫൗണ്ടേഷൻ എന്താണ്? ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കും, റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരിക്കും, ഗുഡ് ന്യൂട്രീഷൻ ആയിരിക്കും, അഡിക്വേറ്റ് പ്രോട്ടീൻ ഇൻടേക്ക് വേണം, ഹെൽത്തി ബോഡി കോമ്പോസിഷൻ വേണം, സ്ട്രെസ് മാനേജ്മെന്റ് വേണം. പെപ്റ്റൈഡ്സ് നമ്മുടെ ബയോളജിനെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അതൊരിക്കലും റീപ്ലേസ് ചെയ്യുന്നില്ല. സോ എൻഹാൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരു ഫൗണ്ടേഷൻ വേണം. ഇത് റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. സോ മെഡിസിനിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റമാണ്. മുമ്പ് ചോദിച്ചിരുന്ന ചോദ്യമാണ് എന്താ, ഡിസീസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? പക്ഷെ ഇന്ന് റിസർച്ചേഴ്സ് ചോദിക്കുന്ന അങ്ങനെയല്ല. ബോഡിയുടെ ആ ഒരു നാച്ചുറൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം? ഇവിടെ നമുക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണ്ട, ആ സിഗ്നലിംഗ് പാത്വേ കറക്റ്റ് ആക്കാം. ഇതാണ് പെപ്റ്റൈഡ്സിന്റെ ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യം. പല പെപ്റ്റൈഡ്സും ബോഡീനെ ഫോഴ്സ് ചെയ്യുന്നില്ല, പകരം നമ്മുടെ ബോഡിയുടെ സ്വന്തം സിഗ്നലിംഗ് പാത്വേസിനെ കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ട് അത് ആ റിസപ്റ്റേഴ്സ് പോയി വർക്ക് ചെയ്ത് അത് നല്ല രീതിയിൽ ബോഡി തന്നെ ആവശ്യമുള്ള കാര്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് നമ്മൾ എക്സ്റ്റേർണലി അല്ല ചെയ്യുന്നത്, അല്ലെ? സോ അപ്പൊ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മിറാക്കിൾ ഡ്രഗ് ഒന്നുമല്ല, മാജിക് ഇഞ്ചക്ഷനും അല്ല, അതൊരു ഷോർട്ട് കട്ടും അല്ല. നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഇൻസ്ട്രക്ഷൻ എത്തിക്കുന്ന ചെറിയ ചെറിയ അമിനോ ആസിഡ് ചെയിൻ ആണ്. ചില പെപ്റ്റൈഡ്സ് വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നു, ചിലത് ടിഷ്യൂ റിപ്പയറിനെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലത് ഹോർമോൺസിനെ സപ്പോർട്ട് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു, ചിലത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു, അതുപോലെ ചിലത് മൈറ്റോകോൺട്രിയയുടെ ഹെൽത്ത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ഒരിക്കലും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, ഏത് പെപ്റ്റൈഡ് എടുക്കണം എന്നുള്ളതല്ല. അതിനു മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ എന്താണ് ബയോളജിക്കൽ പ്രോബ്ലം? ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് മെറ്റബോളിക് പ്രോബ്ലം ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിന്റെ അടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് ട്രെസാപ്പിറ്റൈഡ്, ഇപ്പൊ മൊഞ്ചാറോ ആണ് കൂടുതൽ പറയുന്നത്, കാരണം ഡബിൾ റിസപ്റ്റേഴ്സ് ഉണ്ട്. റെറ്റാട്രോട്ടൈഡ് പറയാത്തതിന് ഒരേ ഒരു കാരണം FDA അപ്രൂവ്ഡ് അല്ല, പക്ഷെ ഏറ്റവും ബെസ്റ്റ് റെറ്റാട്രോട്ടൈഡ് ആണ്, ഗ്ലൂക്കഗോൺ ആന്റഗണിസ്റ്റ് കൂടെയാണ്. സോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവണം, ഏതാണ് ബയോളജിക്കൽ പ്രോബ്ലം. ഇപ്പോൾ ഇഞ്ചുറി ഹീൽ ചെയ്യാനാണ്, എന്റെ ഇവിടെ ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ അടുത്ത് വരാണ് എങ്കിൽ ഞാൻ പറയുന്നത് BPC 157 TP500 ആണ്. അവിടെ എനിക്ക് ഗ്രോത്ത് ഹോർമോൺ വേണ്ട, അവിടെ എനിക്ക് സിമാക്സ് സെലാങ്ക് വേണ്ട, അവിടെ എനിക്ക് GHK-CUവിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ എന്റെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കൂടുതലായിരിക്കും. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് KPB ആണ് വേണ്ടത്, അവിടെ എനിക്ക് റെറ്റാട്രോട്ടൈഡ് ഒന്നും വേണ്ട. സോ നമ്മൾ ആദ്യം നമ്മുടെ ബോഡീനെ മനസ്സിലാക്കണം, പിന്നെ പെപ്റ്റൈഡിനെ മനസ്സിലാക്കണം. സോ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത സെഷൻസിൽ കൂടുതൽ പെപ്റ്റൈഡ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് പെപ്റ്റൈഡ് ഏത് സിറ്റുവേഷനിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.